പാരാഗ്വേ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മോശപ്പെട്ട കളി, വൃത്തികെട്ട കളി കളിച്ച ടീം പാരാഗ്വേ തന്നെ. വലിയ ടീമിനെതിരെ ചെറിയ ടീമുകൾ ഡിഫെൻഡിങ് ഗെയിം കളിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഡിഫെൻഡിങ് ഗെയിമിന് ഒരു അന്തസ്സുണ്ട്. അത് ഇതല്ല, ഈ ഡിഫെൻഡിങ് അല്ല. ഇത് വെറുതെ ഓരോ ഉന്തിയിടുക, ചവിട്ടുക, ഓരോ ഉപദ്രവിക്കുക, കച്ചറ ഉണ്ടാക്കുക, ഇത് മാത്രം പാരാഗ്വേ ഒന്ന് ചെയ്തത്. കളിച്ചിട്ട് പോലും ഇല്ല. അത്രയും വൃത്തികെട്ട ടാക്ടിക്സ്. ഡിഫെൻഡിങ്ങിന് ഒരു അന്തസ്സുണ്ട്. എത്ര ടീമുകൾ കാണിച്ചത് ഈ വേൾഡ് കപ്പിൽ, ആദ്യമായിട്ട് കളിക്കുന്ന ടീമുകൾ വരെ കാണിച്ചത് എങ്ങനെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ള കാര്യം. ഇവരെന്ത് കളിയാണ് കളിച്ചത്? ഇതിനൊന്നും ന്യായീകരിക്കില്ല, അതേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വൃത്തികെട്ട കളി കളിച്ചത്. പിന്നെ റഫറിയുടെ തലക്കൊന്ന് കൊടുക്കണം. ഇത്രയും മോശപ്പെട്ട കളി കളിച്ചിട്ട് വരെ പാരാഗ്വേൻ്റെ ഒരു പ്ലെയറിന് പോലും റഫറി യെല്ലോ കാർഡ് കൊടുത്തില്ല. അത് വേറെ കാര്യം. എന്ത് ലോക്കൽ റഫറിങ് എന്നറിയോ. പിന്നെ പാരാഗ്വേ ഇന്ന് കളിച്ച രീതിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അത്രയും മോശമായിരുന്നു പാരാഗ്വേ ഇന്ന് കളിച്ച രീതി. ഓരോ കോച്ച് ദശാംശം പറഞ്ഞത് 2018 ഉറുഗ്വേ ഇതുപോലെ കളിച്ചപ്പോൾ ഞാൻ എംബാപ്പയെ സബ്ബാക്കി. ഇത് ഞാൻ എൻ്റെ ടീമിലെ താരങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ എംബാപ്പയ്ക്ക് പരിക്കേറ്റാതെ നോക്കണം എന്നുള്ള കാര്യം. ഇത്രയും മോശപ്പെട്ട കളിയാണ് പാരാഗ്വേ കളിച്ചത്. ശരിയാണ്, നിർണായക ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫൗൾ വെക്കും, അത് പ്രശ്നമില്ല, ടീമിന് വേണ്ടിയാണ്. ഇത് 800 മിനിറ്റ് ഫൗൾ വെച്ച് കളിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഇത് എത്ര നേരെ കളിയിൽ നിന്ന് കച്ചറയിൽ നിന്നത് കളി കണ്ടവർക്കറിയാം. അത്രയും മോശപ്പെട്ട കളിയാണ് പാരാഗ്വേ കളിച്ചത്. എന്തായാലും ഒരു പുറത്തായി നന്നായി.